നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേജ്രിവാളിനെ ജയിലിലടച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വയം കുഴി തോണ്ടുകയാണ്. അരവിന്ദ് കേജ്രിവാളിനെ വേട്ടയാടുന്ന ഓരോ മണിക്കൂറിലും മോദിയുടെ ഇമേജും ബിജെപിയുടെ ജനപിന്തുണയും ഇടിയുകയാണ്. അമിതാവേശവും അഹന്തയും ആൾപ്രമാണിത്വവും മോദിക്ക് വിനയാകാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ ദേശീയതലത്തിൽ മോദി പ്രചാരണത്തിനിറങ്ങുമ്പോൾ മോദിക്കെതിരെയുള്ള ജനവികാരം പരസ്യമായി പുറത്തുവരുമെന്ന് വ്യക്തമാണ്. ദേശീയതലത്തിൽ 400 സീറ്റ് പിടിക്കുമെന്ന് മോദി ആവേശം പറയുമ്പോഴും ബിജെപി ഓരോ ദിവസവും ഓരോ മണിക്കൂർ പിന്നോട്ടടിക്കുന്നതായാണ് ഒരു വിഭാഗം സർവേകൾ വിശദമാക്കുന്നത്. ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും ആം ആദ്മിയും കോൺഗ്രസും ഉൾപ്പെടുന്ന മുന്നണി ബിജെപിയെ തറപറ്റിക്കുന്ന സാഹചര്യമാണ്. ഈ സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് പോലും ബിജെപിക്ക് ലഭിക്കില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. ഡൽഹിയിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാനാവാത്ത വിധം ബിജെപി ദുർബലമായിക്കൊണ്ടേയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കേജ്രിവാളിന് ഇത്തരത്തിൽ വേട്ടയാടുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ വെറുപ്പ് മാത്രമാണ് ബിജെപി സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും മാത്രമാണ് ബിജെപിക്ക് ശക്തമായ ആധിപത്യം നേടാൻ സാധ്യത തെളിയുന്നത്. മുൻപ് രാഹുൽ ഗാന്ധിയെ മോശം പ്രയോഗത്തിന്റെ പേരിൽ ലോക്സഭാ അംഗത്വം നഷ്ടമാക്കിയത് മുതൽ ബിജെപിയുടെ പകപോക്കൽ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നതാണ്. അരവിന്ദ് കേജ്രിവാളിനെ രാഷ്ട്രീയമായി വേട്ടയാടുക മാത്രമല്ല, ജയിലിൽ പാർപ്പിക്കുക വഴി കേജ്രിവാളിന് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രചാരണം നടത്താനുള്ള സാധ്യതയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ബിജെപിക്ക് പ്രമാണിത്വമുള്ള 6 സംസ്ഥാനങ്ങളിൽ കേജ്രിവാൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രചാരണം നടത്താനിരിക്കെയാണ് ഡൽഹി മുഖ്യമന്ത്രിയെ ബിജെപി വേട്ടയാടാൻ തയ്യാറായിരിക്കുന്നത്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തയ്യാറാവുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ മമതയ്ക്കെതിരെയും ബിജെപി ശക്തമായ കരുനീക്കം നടത്തുമെന്ന് വ്യാപകമായ ആശങ്ക ഉയരുന്നുണ്ട്. ഇനിയും ഒരിക്കൽ കൂടി ഭരണത്തിലെത്തിയാൽ ബിജെപി പ്രാദേശിക പാർട്ടികളെ വേട്ടയാടുകയും നേതാക്കളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യാൻ മടിക്കില്ലെന്ന വികാരമാണ് ഓരോ സംസ്ഥാനങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മധ്യപ്രദേശിലും അരുണാചൽ പ്രദേശിലും കോൺഗ്രസ് സർക്കാരുകളെ പിളർത്തി വീഴ്ച നെറികെട്ട ബിജെപിയുടെ കച്ചവട നീക്കത്തിനെതിരെ വിമർശനം ശക്തമാണ്. രാജസ്ഥാനിൽ ഉൾപ്പെടെ കോൺഗ്രസിനെ പിളർത്താൻ നടത്തിയ നീക്കങ്ങളും തരം താഴ്ന്നതായിരുന്നു. മോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം തട്ടകമായ ഗുജറാത്തിലെ ബിജെപിയിൽ 3 ശക്തമായ ഗ്രൂപ്പുകളാണ് നിലവിലുള്ളത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ശക്തമായ ഗ്രൂപ്പുകളിൽ ബിജെപിയെ വലയ്ക്കുന്നുണ്ട്. കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നവരും പഴയ ബിജെപിക്കാരും തമ്മിൽ സീറ്റിനെ ചൊല്ലിയുള്ള കൂട്ടയടി പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കി വരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തമിഴ്നാട്, കർണാടക, കേരള, തെലങ്കാന, ഗോവ സംസ്ഥാനങ്ങളിൽ ബിജെപി കച്ചിയടിക്കില്ലെന്ന് വ്യക്തമാണ്. കേജ്രിവാളിനെതിരെ നടത്തുന്ന നീക്കം വടക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ പ്രതിഷേധമുയർത്തുകയാണ്. മഹാരാഷ്ട്രയിലും ബിജെപിയും വിമത വിഭാഗം ശിവസേനയും എൻസിപിയും തമ്മിൽ ശക്തമായ പോര് നിലനിൽക്കുന്നുണ്ട്. ദേശീയതലത്തിൽ ബിജെപി 175 സീറ്റുകളിലേക്ക് ഒതുക്കപ്പെടാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇന്ത്യ മുന്നണിയെ മാത്രമല്ല, കോൺഗ്രസിനെ ഓരോ ദിവസവും പിളർത്തി പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുന്ന ബിജെപി നയത്തോട് ദേശീയതലത്തിൽ എതിർപ്പ് ശക്തമാണ്. രാജ്യത്ത് ശക്തമായ പ്രതിപക്ഷമില്ലെന്ന വികാരം ദേശീയതലത്തിൽ ഉയരുന്നുണ്ട്. ബിജെപിയുടെ പകപോക്കൽ രാഷ്ട്രീയം മോദിക്കും ബിജെപി മുന്നണിക്കും വിനയാകുന്ന സാഹചര്യം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാകും. അപ്രതീക്ഷിത മണ്ഡലങ്ങളിൽ ബിജെപി തകരാൻ പോകുന്ന സാഹചര്യവും നിലവിലുണ്ട്.